സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കോൾ ലിനയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. നമ്മൾ എഴുതുന്നത് കരോളസ് ലിനയസ് എന്നാണ്, പക്ഷെ നമ്മൾ വായിക്കുന്നത് കോൾ ലിനയസ് എന്നാണ്. അന്നേരം the two kingdom classification was proposed by a scientist called Carl Linnaeus. അന്നേരം കോൾ ലിനയസ് ആണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഈ ക്ലാസിഫിക്കേഷനകത്ത് ഓർഗാനിസത്തിനെ പ്ലാൻ കിങ്ഡം എന്നും ആനിമൽ കിങ്ഡം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനകത്ത് ഓർഗാനിസത്തിനെ പ്ലാൻ കിങ്ഡത്തിലും ആനിമൽ കിങ്ഡത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഈ ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ് അഥവാ അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അന്നേരം കോൾ ലിനയസ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ്റെ പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷനകത്ത് ലിവിങ് ഓർഗാനിസത്തിനെ പ്ലാൻ കിങ്ഡം എന്നും ആനിമൽ കിങ്ഡം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാലും ഇതിന് ചില ന്യൂനതകൾ അഥവാ ഡീമെറിറ്റുകൾ അഥവാ ഡിസഡ്വാൻറ്റേജസുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റിങ്ക്വിഷ് പ്രോക്യാരിയോട്സ് ഇൻറ്റു യൂക്യാരിയോട്സ്. അതായത് ഇതിന് ഈ ക്ലാസിഫിക്കേഷനിൽ പ്രോക്യാരിയോട്ട് എന്നോ യൂക്യാരിയോട്ട് എന്നോ വേർതിരിച്ചിട്ടില്ല. യൂണിസെല്ലുലാർ എന്നോ മൾട്ടി സെല്ലുലാർ എന്നോ വേർതിരിച്ചിട്ടില്ല. ഫോട്ടോസിന്തറ്റിക് എന്നോ നോൺ ഫോട്ടോസിന്തറ്റിക് എന്നോ വേർതിരിച്ചിട്ടില്ല. ഒന്നുകൂടെ പറയാം, ഈ ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ നോട്ട് ഡിസ്റ്റിങ്ക്വിഷ്, അതായത് വേർതിരിച്ചിട്ടില്ല. ഫോട്ടോസിന്തറ്റിക് എന്നോ നോൺ ഫോട്ടോസിന്തറ്റിക് എന്നോ വേർതിരിച്ചിട്ടില്ല. പ്രോക്യാരിയോട്ട് എന്നോ യൂക്യാരിയോട്ട് എന്നോ വേർതിരിച്ചിട്ടില്ല. യൂണിസെല്ലുലാർ എന്നോ മൾട്ടി സെല്ലുലാർ എന്നോ വേർതിരിച്ചിട്ടില്ല. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരെ പറയുന്ന പേരാണ്. ഫോട്ടോസിന്തസിസിലൂടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക്. എന്നാൽ സ്വന്തമായിട്ട് ആഹാരം ഫോട്ടോസിന്തസിസിലൂടെ നിർമ്മിക്കാൻ പറ്റാത്തവരെ നോൺ ഫോട്ടോസിന്തറ്റിക് എന്ന് വിളിക്കാം. ഫോട്ടോസിന്തസിസ് എന്താണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. അതായത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ക്ലാസിഫിക്കേഷനിൽ പ്രോക്യാരിയോട്ട് എന്നോ യൂക്യാരിയോട്ട് എന്നോ വേർതിരിച്ചിട്ടില്ല. പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ എന്നോ മൾട്ടി സെല്ലുലാർ എന്നോ വേർതിരിച്ചിട്ടില്ല. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു കോശം മാത്രമുള്ള ജീവികളെ യൂണിസെല്ലുലാർ എന്നും ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളെ മൾട്ടി സെല്ലുലാർ എന്നും വിളിക്കുന്നു. സെല്ലെന്ന് പറഞ്ഞാൽ കോശം, അന്നേരം ഒരു സെല്ല് മാത്രമേ ഉള്ളെങ്കിൽ യൂണിസെല്ലുലാർ. ഒന്നിൽ കൂടുതൽ കോശം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടി സെല്ലുലാർ. ഇനി എന്താണ് പ്രോക്യാരിയോട്ട്, എന്താണ് യൂക്യാരിയോട്ട്? ഇതൊരു സെല്ലാണ്. ഈ സെല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള ആവരണമാണ് സെൽ മെമ്പറൈൻ, അതായത് കോശസ്തരം. എന്നിട്ട് ഇതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. അതിനകത്ത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ പേരാണ് DNA. അന്നേരം ഈ സെല്ലിനകത്ത് ഏറ്റവും പുറമെ സെൽ മെമ്പറൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസ് ഉണ്ട്.
ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ DNA ഉണ്ട്. എന്നാൽ ഈ സെല്ല് നോക്കിയേ, ഇതിനകത്ത് ഒരൊറ്റ സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്തൊരു ജനറ്റിക് മെറ്റീരിയലേ ഉള്ളൂ. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ല. അതായത് വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവജാലങ്ങളെ യൂക്യാരിയോട്ട് എന്നും വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തവരെ പ്രോക്യാരിയോട്ട് എന്നും വിളിക്കാം. ഇനി എന്തു വ്യക്തമായ ന്യൂക്ലിയസ്? വ്യക്തമായ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും ഒരു ആവരണം ഉള്ളവരാണ് വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ളവര്. ജനറ്റിക് മെറ്റീരിയൽ ചുറ്റും ഒരു ആവരണമൊന്നും ഇല്ലാതെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അതാണ് വ്യക്തമല്ലാത്ത ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതാണ് പ്രോക്യാരിയോട്ട്. അന്നേരം യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതായത് യൂക്യാരിയോട്ടിന് വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതായത് ട്രൂ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ പ്രോക്യാരിയോട്ടിന് എന്തില്ല? ട്രൂ ന്യൂക്ലിയസ് ഇല്ല. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് സെൽ ഓർഗനല്ലസ് ഈ യൂക്യാരിയോട്ടില് പ്രസന്റ് ആണ്. എന്നാൽ പ്രോക്യാരിയോട്ടിലെ സെൽ ഓർഗനല്ലസ് ആബ്സെന്റ് ആണ്. സെൽ ഓർഗനല്ലസ് എന്ന് പറഞ്ഞാൽ കോശാംഗങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള മൈറ്റോകോൺട്രിയ, ലൈസോസോമ്, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ. അന്നേരം ഈ കോശാംഗങ്ങൾ, അതായത് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള കോശാംഗങ്ങൾ ഉള്ളവരെയാണ് യൂക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത്. മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്ത കോശാംഗങ്ങൾ ഉള്ളവരെയാണ് പ്രോക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത്. ഇതിന് നമുക്ക് നല്ലതായിട്ട് പഠിക്കാൻ വേറെ ചാപ്റ്ററിലുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അന്നേരം ട്രൂ ന്യൂക്ലിയസ് ഉള്ളതും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലസ് ഉള്ളവരുമെല്ലാം യൂക്യാരിയോട്ടാണ്. ഇതില്ലാത്തവരല്ല പ്രോക്യാരിയോട്ടും. ഇതിന് എക്സാമ്പിൾ ബാക്ടീരിയ. ഇനി ദ ഫസ്റ്റ് demerit is that here there is no distinction into photosynthetic or non-photosynthetic, prokaryote or eukaryote, unicellular or multicellular. അതായത് ഫോട്ടോസിന്തറ്റിക് എന്നോ നോൺ ഫോട്ടോസിന്തറ്റിക് എന്നോ വേർതിരിച്ചിട്ടില്ല, പ്രോക്യാരിയോട്ട് എന്നോ യൂക്യാരിയോട്ട് എന്നോ വേർതിരിച്ചിട്ടില്ല, യൂണിസെല്ലുലാർ എന്നോ മൾട്ടിസെല്ലുലാർ എന്നോ വേർതിരിച്ചിട്ടില്ല. ഇവിടെ പിന്നെ പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെ പറ്റിയോ, ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ വൈവിധ്യം, സെൽ സ്ട്രക്ചറിനെ പറ്റിയോ, അതായത് സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടനയെ പറ്റിയോ, ബോഡി ഓഫ് ഓർഗാനിസത്തിനെ പറ്റിയോ, ഓർഗാനിസത്തിൻ്റെ ബോഡിയെ പറ്റിയോ, അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷനെ പറ്റിയോ വിശദീകരിച്ചിട്ടില്ലായിരുന്നു. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം, സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോശത്തിൻ്റെ ഘടന, ബോഡി എന്ന് പറഞ്ഞാൽ ശരീരഘടന, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷണ രീതി, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷണം, അതായത് പോഷണ രീതി, ഇവയൊന്നും ഇതിനകത്ത് വേർതിരിച്ചിട്ടില്ലായിരുന്നു. അതായത് അതിനെ ബേസ് ചെയ്തല്ലായിരുന്നു ഈ ക്ലാസിഫിക്കേഷൻ. അന്നേരം ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൾസോ നോട്ട് സാറ്റിസ്ഫാക്ടറി ടു മെനി ബയോളജിസ്റ്റ്. മിക്കവാറുമുള്ള ബയോളജിസ്റ്റിനും ഈ ക്ലാസിഫിക്കേഷൻ സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. ഡ്യൂ ടു ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം, സെൽ സ്ട്രക്ചർ, body of organism and mode of nutrition. This is the demerit of this classification. Madam, two kingdom classification was proposed by Carl Linnaeus. Here he classified the organisms into plant kingdom and animal kingdom. Then the main merit of this classification is it is easy to understand. The defect is it is not distinguished